കുറച്ച് അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് അതൊക്കെ ലാൻഡ്സ്കേപ്പ് പോയപ്പോൾ ഉണ്ട് എൻ്റെ വേഷം ഇന്നലെ ഞാൻ പരിചയപ്പെടുത്തിയ വ്യക്തി ചെയ്യുന്നു. ചങ്ക് പൊട്ടിക്ക് പോകുന്ന കാഴ്ചയില്ലേ സത്യം സംഭവിച്ചത്. ചേട്ടാ ഇന്നൊരു സീനുണ്ട്, അർജൻറ്റാണ്, ഇന്നൊരു സീനുണ്ട്, ഇത് പെട്ടെന്ന് വന്നതാണ്, പിന്നെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഇന്നെനിക്ക് ബുദ്ധിമുട്ടാണ്, അല്ല എങ്ങനെ എപ്പോഴും വൈകുന്നേരത്തുള്ളിൽ വന്ന് ഒരു സീൻ ചെയ്യണം, പിന്നെ നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ഞാൻ പോയി സീൻ ചെയ്യുന്നു. അപ്പോഴും എനിക്ക് ചെയ്തപ്പോഴും എനിക്ക് തോന്നി ഇതെന്തോ ഒരു കല്ലിടിക്കുന്നു, കാരണം ഇത് വേറെ ആരോ ചെയ്യാതിരുന്ന വേഷമല്ലേ എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടനാണ് അതിൽ പ്രധാന വേഷം ചെയ്യുന്നത്. അദ്ദേഹത്തിന് അതിലേക്ക് നായികയെ കണ്ടപ്പോൾ നായികയുടെ അത്ര പോരാ, അത്ര ഇല്ലാത്തതുകൊണ്ട് അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഈ റെയിൽവേ ജോലിയുള്ള സമയത്താണ് സിനിമയിലേക്കും സീരിയലൊക്കെ സജീവമായത്. അതെ. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ചുമ്മാ ഒരു കുസൃതി ചോദ്യം, ഈ ജോലി ഇല്ലാതെ ഫുൾ ഇൻവോൾവ് ആയിട്ട് ഒരുപാട് സംവിധായകരെ അപ്രോച്ച് ചെയ്ത് ഞാൻ കുറച്ച് നല്ലൊരു വേഷങ്ങൾ കിട്ടുമായിരുന്നോ, അല്ലെങ്കിൽ സജീവമായിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നോ? തീർച്ചയായിട്ടും സിനിമ എന്ന കാര്യം ഞാൻ എന്നോട് നമ്മളെ ശ്രീമർ തമ്പി സാറ് പറഞ്ഞു, അത് രണ്ട് നീ വള്ളത്തിൽ കാല് ചവിട്ടരുത്, ഏതെങ്കിലും ഒന്ന് ചവിട്ടും. അപ്പോൾ ഞാനൊരു എഞ്ചിനീയറായിരുന്നു, ഞാനത് കളഞ്ഞിട്ടാണ് ഫുൾ ടൈം ഫീൽഡിൽ വന്നത്. അപ്പോൾ അദ്ദേഹം തന്നൊരു അഡ്വൈസ്, പക്ഷേ അതൊന്നും നമുക്ക് ഇപ്പം പറഞ്ഞാൽ വലിയ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കതൊന്നും സാധ്യമല്ല. ഫൈനാൻഷ്യലായിട്ട് നമുക്ക് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അതൊന്നും നമുക്കതൊരു എന്താ പറയുക ലോട്ടറി ടിക്കറ്റ് പോലെയാണ്. രണ്ട് വള്ളത്തിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിച്ച റെയിൽവേ ജോലിയും കൊണ്ടുവരും, ഒരുമിച്ച് കൊണ്ടുപോകാൻ പാടില്ല, ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഒന്നീ ജോലി അല്ലെങ്കിൽ ഇത്. അതെ. അപ്പം നമുക്ക് എന്താ പറയുക ജീവിക്കാൻ ഒരു മാർഗം വേണമല്ലോ. പിന്നെ ഇത് പാഷനാണ്. ഇതിൽ ഈ പറഞ്ഞ പാഷൻ എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, നമുക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റണം, നല്ല നല്ല കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്ത് ഫലിപ്പിക്കണം, ഇതേപോലെ അപ്രിസിയേഷൻ കിട്ടുമെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കലാകാരന് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ. ഏതെങ്കിലും നടന്മാരെ അല്ലെങ്കിൽ സംവിധായകരൊക്കെ വിളിച്ച് അവസരങ്ങൾ ചോദിക്കുന്ന ഒരു പതിവുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പലരെയും വിളിക്കാറുണ്ട്. ഇപ്പോഴും നമ്മളെ ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ വാക്കുകൾ തന്നെയാണ്, ആ ഒരു പോളിസി തന്നെയാണ്. നമുക്ക് മലയാള സിനിമയ്ക്ക് എന്നെ വേണ്ട, എനിക്കാണ് മലയാള സിനിമ വേണ്ടത്. ഞാൻ വിളിക്കാറുണ്ട്, പിന്നെ വിളിക്കാറുണ്ട്. എന്തിനു വിളിക്കേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഇപ്പം മമ്മൂക്ക പറഞ്ഞ വാക്കുകളാണ്, ആ വാക്കുകൾ തന്നെയാണ് എൻ്റെ അടിസ്ഥാന എന്താ പറയുക, എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മമ്മൂക്ക പറഞ്ഞ പോലെ മലയാള സിനിമയ്ക്ക് എന്നെ ഒരു ആവശ്യമില്ല. അല്ല എങ്കിലുള്ള അനുഭവം അങ്ങനെ വിളിക്കുമ്പോൾ അവസരം കിട്ടാറുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പം ഈ അവർ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ മാത്രമല്ലല്ലോ, ഇപ്പോൾ ഞാൻ ഇതിൽ ഇരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണല്ലോ ഞാൻ. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ദിവസം തോറും ഞാൻ പ്രൊഡക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയില്ലേ. ആൾക്കാർ രാവിലെ മുതൽ ഇന്ന് അഭിനയിച്ചിട്ടേ പോകുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ. എന്ത് തന്നെയാണ് ഞാൻ ഇന്ന് അഭിനയിച്ചിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ഞാൻ പിടിക്കാറില്ല. എനിക്ക് പറ്റിയ വേഷം ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടണേ, അത് അങ്ങനെ പറയാം. ആരുടെ വേഷവും വെട്ടി ഞാൻ വാങ്ങിക്കാറില്ല. എൻ്റെ വേഷം പലരും വെട്ടി എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ആരുടെ വേഷവും വെട്ടി എനിക്ക് തന്നിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. അറിയാതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അറിയാതെ എനിക്ക് കിട്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ല അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ഏതെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇടയ്ക്കൊരു വാക്ക് വന്നോണ്ടാ വെട്ടി നമ്മുടെ അവസരങ്ങൾ വെട്ടി വേറെ അത് ചെയ്ത് പടം ഒന്നും പറയണ്ട, സാഹചര്യം മാത്രം പറഞ്ഞത്. സാഹചര്യമൊക്കെ ഉണ്ട്, അത് പറയുന്ന കാര്യം. നല്ല പടം രജിസ്റ്റർ ആവുന്ന ഒരു പടമായിരിക്കാമോ അത്? പടം വന്നോന്ന് തന്നെ എനിക്കറിയില്ല. അതിനൊരു സിറ്റുവേഷൻ പറഞ്ഞു. ഞാനൊരു തുടക്കകാലത്ത് ഒരു ഡോക്ടറുടെ വേഷം, ഒരു നായകൻ്റെ സുഹൃത്തിൻ്റെ വേഷം ഡോക്ടറായിട്ട്. അപ്പോൾ അതിൽ ചിത്രാഞ്ജലി ആണ് ലൊക്കേഷൻ, ചിത്രാഞ്ജലിയിലാണ് ലൊക്കേഷൻ. അവിടെ പോയി ഒരു ദിവസം കഴിഞ്ഞു. അന്ന് എനിക്ക് സീനില്ല. പിറ്റേ ദിവസം വന്നു, അന്ന് ദിവസം സീനില്ല. മൂന്നാമത്തെ ദിവസം അതിൽ അപ്പം ആ സമയത്ത് അവിടെ ഒരു ഡബ്ബിങ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു നടൻ വന്നിട്ട് എന്നെ പരിചയപ്പെട്ടിട്ട് അപ്പോൾ ഞാൻ ഈ പുള്ളിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പറഞ്ഞു ഒന്ന് ഡയറക്ടർ പരിചയപ്പെടുത്തി തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ, ഒരു കുഴപ്പമില്ല, ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. ഓക്കെ. അന്ന് നടന്നില്ല, അന്ന് ഷൂട്ടിംഗ് നടന്നില്ല. കാര്യം സിനിമയാണല്ലോ. അപ്പോൾ നമുക്കിന് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രാവിലെ മുതൽ ഡ്രസ്സ് ഇട്ടുണ്ടെങ്കിൽ ഇരിക്കുകയാണ്. അത് ഡോക്ടർ വേഷമാണ്. അങ്ങനെ ഡ്രസ്സ് ഇട്ടുണ്ടെങ്കിൽ ഇരിക്കുക. അന്നില്ല, അന്ന് നമുക്ക് നാളെ രാവിലെ എന്തായാലും നാളെ മുതൽ ഞാൻ കണ്ടിന്യൂസ് ആ സീനാണെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് അന്ന് പോയി. പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ നമ്മളവിടെ ചെന്നപ്പോൾ അന്ന് അവിടെ അല്ല ലൊക്കേഷൻ, ലാൻഡ്സ്കേപ്പിലാണ്. ചിത്രഞ്ജലി സ്റ്റുഡിയോ പോയിട്ടുണ്ട്, ലാൻഡ്സ്കേപ്പിലായിരുന്നു ലൊക്കേഷൻ. ഞാൻ കുറച്ച് അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് അതൊക്കെ ലാൻഡ്സ്കേപ്പ് പോയപ്പോൾ ഉണ്ട് എൻ്റെ വേഷം ഇന്നലെ ഞാൻ പരിചയപ്പെടുത്തിയ വ്യക്തി ചെയ്യുന്നു. ചങ്ക് പൊട്ടിക്ക് പോകുന്ന കാഴ്ചയില്ലേ സത്യം സംഭവിച്ചത്. അപ്പോൾ അതെങ്ങനെ ആ സാഹചര്യത്തിൽ എങ്ങനെ അത് എനിക്ക് സത്യം അല്ല, എനിക്ക് എങ്ങനെ അത് എനിക്ക് ആ സീൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു ഇന്നും എനിക്കറിയില്ല. എനിക്കത് ഭയങ്കര വിഷമം തോന്നി. ഞാൻ നേരെ അവിടെ നിന്ന് വണ്ടി പിടിച്ച് നേരെ വീട്ടിൽ പോയി. ഭയങ്കര ഒരു ഡസ്പായി പോയി. കാര്യം അത് ഭയങ്കര വിഷമം തോന്നി എനിക്കത്. സിനിമയിൽ അത് വേറെ ആരും അത് അഭിനയിച്ച നടനെ കുറ്റം പറയുന്നില്ല. അത് വാക്ക് പറഞ്ഞ വാക്കിന് വില വേണ്ടേ. വാക്ക് പറഞ്ഞ ഇപ്പം നീ ചെയ്താൽ മതി,
വേറെ ആരും ചെയ്യേണ്ട. അങ്ങനെ പറയാൻ വാക്കിന് വില വേണം. ഇപ്പോൾ നമ്മളൊരു സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു മായ ലോകമാണല്ലോ. തിരിച്ചു സംഭവിച്ചിട്ടുണ്ട്? വേറെ ആർക്കെങ്കിലും പറഞ്ഞു വെച്ചിരുന്ന വേഷം ചെയ്ത് നമുക്ക് തേടി വന്നിട്ടുണ്ടോ ചേട്ടൻ്റെ പിന്നെ ധാരാളം വേഷം വന്നിട്ടുണ്ട്. അത് സീരിയലിൽ തന്നെ ഒരു വേഷം വന്നിട്ടുണ്ട്. അതിൽ ഇതേപോലെ ഒരു ദിവസം രാവിലെ ഒരു 10 മണിയായപ്പോൾ ഒരു കോസ്റ്റ്യൂമല്ല, ഒരു പ്രൊഡക്ഷൻ ബോയ് എന്നെ വിളിക്കുന്നു. ഇതേപോലെ ചേട്ടാ ഇതുപോലെയാണ് നമ്മൾ ഒരു സിനിമ സംവിധായകൻ്റെ ഒരു സീരിയലാണ്, പ്രമുഖ ഒരു ചാനലിൽ വരുന്ന സീരിയലാണ്. അതിൽ ഒരു പ്രധാന വേഷമാണ്, തൂവട്ട് നിൽക്കുന്നതാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, ടൈംസൊക്കെ പറഞ്ഞു, എല്ലാം ഓക്കെ ആയി. ചേട്ടാ ഇന്നൊരു സീനുണ്ട്, അർജൻറ്റാണ്, ഇന്നൊരു സീനുണ്ട്, ഇത് പെട്ടെന്ന് വന്നതാണ്, പിന്നെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഇന്നെനിക്ക് ബുദ്ധിമുട്ടാണ്, അല്ല എങ്ങനെ എപ്പോഴും വൈകുന്നേരത്തുള്ളിൽ വന്ന് ഒരു സീൻ ചെയ്യണം, പിന്നെ നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ഞാൻ പോയി സീൻ ചെയ്യുന്നു. അപ്പോഴും എനിക്ക് ചെയ്തപ്പോഴും എനിക്ക് തോന്നി ഇതെന്തോ ഒരു കല്ലിടിക്കുന്നു, ഇത് വേറെ ആരോ ചെയ്യാതിരുന്ന വേഷമല്ലേ എന്ന് എനിക്ക് തോന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ എന്താ പറയുക ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അവസാനം അത് കണ്ടുപിടിച്ചപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ വേഷം തന്നെയായിരുന്നു അത്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷമായിരുന്നു, എനിക്കറിയില്ലായിരുന്നു, ഇവർ പറഞ്ഞില്ല. അങ്ങനെ അത് ഞാൻ ചെയ്യേണ്ട കാര്യം അത്. പിന്നെ വേറൊരു സംഭവിച്ചിട്ടുണ്ട്. വേറൊരു തുടക്കത്തിൽ ഈ ദീപാവലിക്കൊക്കെ ഷോർട്ട് ഫിലിം വരുമായിരുന്നു ഈ ദൂരദർശനിലൊക്കെ. അന്ന് ഇതേപോലെ വട്ടൂർക്കാവിൽ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പൂജയ്ക്ക് എന്നെ വിളിച്ചു. പൂജയ്ക്ക് തിരി കൊടുത്താൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പം അന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിക്ക് കയറുകയും വേണം. അങ്ങനെ ഞാൻ രാവിലെ പോയി അവിടെ ചെന്ന് പൂജ ചെയ്യുന്നു. പൂജ ചെയ്തപ്പോൾ ഇപ്പോൾ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടനാണ് അതിൽ പ്രധാന വേഷം ചെയ്യുന്നത്. അദ്ദേഹത്തിന് അതിലേക്ക് നായികയെ കണ്ടപ്പോൾ നായികയുടെ അത്ര പോരാ, അത്ര ഇല്ലാത്തതുകൊണ്ട് അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അത് വലിയ കാര്യം. അത് ഒരു ദിവസം 1-2 ദിവസം കൊണ്ടെടുത്താൽ അവർക്ക് ലാഭം കിട്ടുള്ളൂ, അല്ലാതെ പൈസ മോട്ടീവല്ല. അന്നറിയില്ല, അന്നൊക്കെ വർഷങ്ങളിൽ ഫിലിമൊക്കെ സംഭവിക്കുന്ന വെച്ചാൽ ഭയങ്കര സംഭവമാണ്. ഒരു സിനിമ ഇറങ്ങുന്നത് അത്രയും ഭയങ്കര ഒരു മാൻ പവറും അത്രയും ബുദ്ധിമുട്ടും അതിനുണ്ട്. അപ്പോൾ ഞാൻ പൂജ ചെയ്ത് ഞാൻ ഇറങ്ങിയപ്പോൾ ഡയറക്ടറും എല്ലാവരും ഓടി വരുന്നു, ചേട്ടാ എങ്ങനെയെങ്കിലും ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഈ വേഷം ചേട്ടൻ ചെയ്യണം, ചേട്ടനെ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു അത് പുള്ളി ചെയ്യേണ്ടത് അല്ല, പുള്ളി കുറേ കാര്യം പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഓഫീസിൽ വിളിച്ച് ലീവൊക്കെ വിളിച്ച് പറഞ്ഞ് ഞാൻ പിന്നെ ആ വേഷം ഞാൻ ചെയ്തു. ഒരു അറിയപ്പെടുന്ന നടനാണോ? അറിയപ്പെടുന്ന നടൻ. ഇപ്പോഴത്തെ സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന സൂപ്പർ താരം ആണല്ലേ? പല സ്ഥാനങ്ങളും വഹിക്കുന്നൊരു നടനാണ്. അല്ല അതൊരു വലിയ ഭാഗ്യമല്ലേ കിട്ടുന്നില്ല? ഭാഗ്യമല്ല, അത് സംഭവം എന്ന് വെച്ചാൽ അത് വേറെ ഒന്നുമില്ല. അത് ആ കുട്ടിക്ക് ഗ്ലാമർ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് മാറിയത്. നായികയ്ക്ക് ഗ്ലാമർ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് മാറിയത്. അതാണ് ഒരൊറ്റ കണ്ടീഷൻ അതേ ഉള്ളൂ അല്ലേ? അദ്ദേഹം നോക്കിയത് ഗ്ലാമറാണ്. അല്ല അങ്ങനെയുള്ള ചില നിമിത്തങ്ങളും ചില സാഹചര്യങ്ങളും സംഭവിക്കുക. അല്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു നെന്മണിയിൽ ആരാണ് കഴിക്കുന്നത് എഴുതിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഉത്തരം. നമുക്ക് കഴിക്കാനുള്ള ഇപ്പം നമ്മൾ നെന്മണി ആര് വിതച്ചു, ആര് കൊയ്തു, എവിടെ എത്തി നമ്മൾ കഴിക്കുന്നില്ലേ? അതാണ് എൻ്റെ ഉത്തരം. നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ കഴിക്കും. ഈ എപ്പോഴെങ്കിലും ഇത്രയും എനിക്ക് വന്ന് 22ാമത്തെ വയസ്സ് തുടങ്ങി ഇപ്പോൾ ഇത്രയും വർഷത്തോളം, എത്ര വർഷം ഈ ഫീൽഡിലുണ്ടായിരുന്നു ഇതുവരെ? ഏകദേശം ഒരു 30 വർഷത്തോളം. 30 വർഷം കഴിഞ്ഞാണ് കഴിഞ്ഞു അല്ലേ? ഈ എപ്പോഴെങ്കിലും ഈ സിനിമയിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല, ഭയങ്കര മനസ്സിന് വേദനിപ്പിച്ച് വേറെ എന്തെങ്കിലും? അല്ല, കുറേ നാൾ ഇടയ്ക്ക് വർക്കില്ലാതൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ പിന്നെ നമ്മളെ വേറൊരു ഞാൻ വേണ്ടാന്ന് വിചാരിച്ച് പോകുമ്പോഴായിരിക്കും വേറെ നല്ലൊരു വർക്ക് കൊണ്ടുവരും. അങ്ങനെ നീ പോകണ്ട, നിൽക്കുക അവിടെ. അങ്ങനെ തോന്നിയ അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ മലയാള സിനിമയ്ക്ക് ആവശ്യമാണ് അല്ലേ? പക്ഷേ എവിടെയോ ഒരു ചെറിയൊരു വരും. നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മളെ മനസ്സ് ശരിയാണെങ്കിൽ വരും, നമ്മളെ തേടി തന്നെ വരും. എപ്പോഴും ചിന്തിച്ചിട്ട് സീരിയലിനകത്ത് ഇങ്ങനെ പെട്ടുപോയതുകൊണ്ടാണ് സിനിമാക്കാർക്ക് തന്നെ വേണ്ടാത്ത? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാര്യം അതിനൊരിക്കലും കുറ്റം. രണ്ടാണ് ഒരിക്കലും. കാര്യം രണ്ടിൻ്റെയും എന്താ പറയുക, ഷൂട്ടിംഗ് മെത്തേഡൊക്കെ രണ്ട്. അല്ല അതല്ല എങ്കിലും ഇപ്പം ഒരു 60% വിചാരിക്കുന്ന ചേട്ടൻ സീരിയൽ നടനാണെന്നുള്ള ചിന്തിക്കുന്നവരുണ്ട്. 40% സിനിമ. ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഒരിക്കലും സിനിമാക്കാർ സീരിയൽ ആൾക്കാരെ മാറ്റുന്നതിൻ്റെ അല്ലെങ്കിൽ പരിഗണിക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, ഇത് സീരിയൽ എന്ന് പറഞ്ഞാൽ ദിവസവും പോകുന്ന ഒരു സംഭവമാണ്. ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സീരിയൽ കമ്മിറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിളിച്ച് ഇതിലൊരു സിനിമയിൽ, ഞാൻ ചെയ്യുന്ന ഒരു സിനിമയിൽ ഒരു വേഷം തരാമെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര ചെയ്യാൻ പറ്റില്ല. കാര്യം അത് സീരിയൽ ആ ഡേറ്റ് ക്ലാഷ് ആവും. അതാണ് കാരണം. അല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അത് ഇങ്ങനെ സംഭവം. അതിപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം അതിനവർ എന്തെങ്കിലും മനസ്സിൽ കാണും. കാര്യം അത് വിളിച്ച പണി കിട്ടുമോ,
അങ്ങനെ തോന്നിപ്പോൾ അത് ഷൂട്ട് ഇതല്ലേ ഫിലിമല്ലേ ഒന്ന് അത് മാറ്റി റീഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് സംഭവിച്ചിരിക്കും അവർക്കൊക്കെ ഈ അനുഭവം അതുകൊണ്ട് വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഇവർ ഫുള്ള് ഇതിന് ഇങ്ങനെ ശ്രമിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്നത്.